ദൈവത്താൽ തുറക്കപ്പെടുന്ന 5 വാതിലുകളെക്കുറിച്ച് ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. വിശുദ്ധ തിരുവെഴുത്തുകൾക്കകത്ത് വെളിപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു റെവലേഷനാണ്, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ആര് എന്നുള്ളതിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം, വിശുദ്ധൻ, സത്യവാൻ, ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ. ദൈവത്തിന് വാതിലുകളെ തുറക്കുവാൻ കഴിയും. വിശുദ്ധ തിരുവെഴുത്തുകൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ വെളിപ്പാടിൻ്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗത്തിൽ ഒരു വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ഈ സ്വർഗീയമായ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നത് കണ്ട മനുഷ്യൻ അപ്പോസ്തലനായ യോഹന്നാൻ. ജീവിതത്തിൻ്റെ എല്ലാ വാതിലുകളും അടയപ്പെട്ട്, വഴികളും അടയപ്പെട്ട് പത്മോസ് എന്ന ദ്വീപിൻ്റെ ഏകാന്തതയിൽ കിടക്കുന്ന വ്യക്തിത്വമാണ്. തൻ്റെ മുമ്പിൽ രക്ഷപ്പെടുവാൻ വാതിലുകളില്ല. തൻ്റെ മുൻപിൽ തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു വാതിലുകളും താൻ കാണുന്നില്ല. പ്രതിസന്ധികളല്ലാതെ, പ്രതികൂലമല്ലാതെ, ദ്വീപല്ലാതെ, താൻ മരിച്ചിട്ട് തൻ്റെ ശവം ഭക്ഷിക്കുവാൻ തനിക്ക് മുകളിലൂടെ പറക്കുന്ന കഴുകന്മാരെ അല്ലാതെ മറ്റൊന്നും കാണുവാൻ കഴിയാത്ത ഈ മനുഷ്യൻ ആ പത്മോസിൻ്റെ ദ്വീപിൽ, ആ ഏകാന്തതയിൽ, വേദപുസ്തകം പറയുന്നു, മുഴങ്കാലുകളെ മടക്കി സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ വചനം പറയുന്നു, സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് താൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, ചുറ്റും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു വാതിലുകളും തുറക്കപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലെങ്കിലും, നിങ്ങളുടെ പ്രതികൂലത്തിൻ്റെ, പ്രതിസന്ധിയുടെ, വെല്ലുവിളിയുടെ, വേദനയുടെ നടുവിൽ ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കുന്ന വ്യക്തിത്വമാണെങ്കിൽ, ഈ ഭൂമിയിൽ പല വാതിലുകളും അടഞ്ഞു കിടക്കുമ്പോൾ നിങ്ങൾക്കായി സ്വർഗീയമായൊരു വാതിൽ തുറന്നു കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനായി കഴിയും. ആ വാതിൽ അവിടെ തുറന്നിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ പല വാതിലുകളും തുറക്കപ്പെട്ടിരിക്കും. കാരണം എൻ്റെ ദൈവം അടച്ചാൽ അതാർക്കും തുറക്കുവാൻ കഴിയുകയില്ല. എൻ്റെ ദൈവം തുറന്നാൽ അതാർക്കും അടയ്ക്കുവാനും സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിളിൽ ഒന്ന് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നത് യോഹന്നാൻ കണ്ടു. രണ്ടാമതായി 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. എനിക്ക് വലിയതും സഫലവുമായ വാതിൽ തുറന്നിരിക്കുന്നു. ഫോർ എ ഗ്രേറ്റ് ഡോർ, ഗ്രേറ്റ് ഡോർ. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വി ആർ സെർവിങ് എ ഗ്രേറ്റ് ഗാഡ്, ഗ്രേറ്റ് ഗാഡ്. വി ആർ സെർവിങ് ദ ഗ്രേറ്റ് ഗാഡ്. നമ്മൾ സേവിക്കുന്നത് ഒരേ ഒരു ദൈവം, സർവശക്തനായ ദൈവം. ആ ദൈവം വലിയവനായ ദൈവമാണ്. എത്ര പേർക്ക് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഒന്ന് പറയാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ടൈപ്പ് ചെയ്യാൻ കഴിയും, എൻ്റെ ദൈവം വലിയവനായ ദൈവമാണ്. വലിയൊരു പ്രശ്നം എനിക്കുണ്ട്, വലിയൊരു കടഭാരം എനിക്കുണ്ട്, വലിയൊരു പ്രതികൂലം എനിക്കുണ്ട്, വലിയൊരു രോഗമുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറയുന്നു, നിങ്ങളുടെ രോഗങ്ങളെക്കായിലും യേശു വലിയവൻ, നിങ്ങളുടെ കടഭാരത്തെക്കായിലും യേശു വലിയവൻ, നിങ്ങളുടെ പ്രതികൂലത്തെക്കായിലും യേശു വലിയവൻ. ആ വലിയവനായ ദൈവം നിങ്ങളുടെ മുൻപിൽ തുറക്കുന്നത് വലിയ വാതിലായിരിക്കും, സഫലതയുടെ, അനുഗ്രഹത്തിൻ്റെ വാതിലായിരിക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ വിശാലവും സഫലവുമായ വാതിൽ ദൈവം തുറക്കുമ്പോൾ എതിരാളികൾ പലരും ഉണ്ടാകും. പക്ഷേ എതിരാളികളല്ല നമ്മളുടെ വിഷയം. എതിരാളികളെ അല്ല നമ്മൾ നോക്കേണ്ടത്. അവരെ അനുഗ്രഹിക്കുക, അവരെ ബ്ലസ് ചെയ്യുക. പക്ഷേ നിങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കുന്നെങ്കിൽ സഫലതയുടെ, വിശാലതയുടെ വാതിലുകൾ ദൈവം നിങ്ങൾക്കായി തുറന്നു തരും. ഒന്ന്, സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ വചനം പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നതും യോഹന്നാൻ കണ്ടു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലത്തിൻ്റെ നടുവിൽ വലിയതും സഫലവുമായ വാതിൽ
പൗലോസ് അപ്പോസ്തലന് വേണ്ടി യേശു കർത്താവ് തുറന്നു. 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്നാൽ ഞാൻ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറേ കർത്താവിൻ്റെ പ്രവൃത്തിക്കായി ഒരു വാതിൽ തുറന്നു കിട്ടി. കർത്താവിൻ്റെ പ്രവൃത്തിക്കായി ഒരു വാതിൽ തുറക്കപ്പെട്ടു. ഈ മെസ്സേജ് കാണുമ്പോൾ നിങ്ങളൊരു ശുശ്രൂഷകനായിരിക്കാം, ഒരു സുവിശേഷകനായിരിക്കാം, ഒരു സുവിശേഷകയായിരിക്കാം, ഒരു കർത്തൃദാസനായിരിക്കാം. നിങ്ങൾ ആത്മാക്കളുടെ വിടുതലിനും സൗഖ്യത്തിനും ദേശത്തിൻ്റെ രൂപാന്തരത്തിനുമായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആമീൻ ദൈവത്താൽ തുറക്കപ്പെടുന്ന ഈ 5 വാതിലുകൾ എന്ന ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ വാതിൽ, ദൈവപ്രവൃത്തിക്കായുള്ളൊരു വാതിൽ നിങ്ങളുടെ മുമ്പിൽ ദൈവം തുറക്കട്ടെ. ദൈവപ്രവൃത്തിയുടെ ഡോറ് നിങ്ങളുടെ ലൈഫിൻ്റെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം ഓപ്പൺ ആക്കട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തിയോട് എലീശ എന്ന പ്രവാചകൻ ആ ഭവനത്തിൽ ചെന്നിട്ട്, നിന്റെ കയ്യിൽ എന്തുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ, ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ കയ്യിൽ മറ്റൊന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, നിന്റെ വീട്ടിലുള്ള പാത്രങ്ങളെല്ലാം കൊണ്ടുവരുവാൻ പ്രവാചകൻ ആവശ്യപ്പെട്ടു. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവളുടെ പാത്രങ്ങളെല്ലാം നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അത്രത്തോളം ആ വീട്ടിലുള്ള പാത്രങ്ങളിലെല്ലാം എണ്ണ കൊണ്ട് നിറയപ്പെടുവാൻ ഇടയായി തീർന്നു. ഒരു വലിയ സമൃദ്ധിയുടെ വാതിൽ ആ വീട്ടിനകത്ത് തുറന്നു. കടക്കാർ ആ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടു പോകാൻ വന്നിരിക്കുന്ന സാഹചര്യത്തിന് നടുവിൽ ജീവിതത്തിലെല്ലാം തകർന്ന് തരിപ്പണമായി ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ലാത്ത ആ വീട്ടിനകത്ത് വലിയൊരു സമൃദ്ധിയുടെ വാതിൽ ദൈവം തുറക്കുവാനിടയായി. ദൈവത്താൽ തുറക്കപ്പെടുന്ന വാതിലുകൾക്കായി സ്തോത്രം. അതെ, നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്പൺ ഹെവൻ, ഒരു തുറന്ന സ്വർഗത്തെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സ്വർഗത്തിൽ തുറക്കപ്പെട്ടിരിക്കുന്ന ആ വാതിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ വിശാലതയുടെ സഫലതയുടെ വാതിൽ ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറക്കും. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സുവിശേഷത്തിനായി, കർത്താവിൻ്റെ പ്രവൃത്തിക്കായുള്ള വാതിൽ ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വലിയ സമൃദ്ധിയുടെ വാതിൽ ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറക്കുവാനിടയാകും. ഏറ്റവും അവസാനമായി 5-ാമത്തെ വാതിൽ അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. വിശ്വാസത്തിൻ്റെ വാതിൽ. നിങ്ങളുടെ ഭവനത്തിൽ പലരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. നിങ്ങൾ പലരും വിശ്വാസത്തിലേക്ക്, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് വരുവാൻ പ്രാർത്ഥിക്കുന്നു. പലരുടെയും ജീവിതത്തിൽ രൂപാന്തരമുണ്ടാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ വാതിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തുറക്കുവാൻ ഇടയായിത്തീരും. കാരണം യോഹന്നാൻ 10:7, 8, 9 വാക്യങ്ങൾ യേശു പറയുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ വാതിലാകുന്നു. ആമീൻ. ബ്രദറെ, എൻ്റെ മുമ്പിൽ ഒരു വഴിയും ഞാൻ കാണുന്നില്ല, ഒരു വാതിലും ഞാൻ കാണുന്നില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ യേശു കർത്താവ് പറയുന്നു, ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. യേശുവാകുന്ന ആ ഡോറ്, യേശുവാകുന്ന വാതിൽ നമ്മുടെ മുമ്പിൽ എപ്പോഴും തുറക്കപ്പെട്ട് കിടക്കുകയാണ്. അതിലൂടെ കടക്കുന്നവർ രക്ഷപ്പെടും.